കനത്ത മഴയിൽ കേരളം. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടിൽ വലഞ്ഞ ജനം. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ഹരിപ്പാട് 68-കാരനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടുത്ത 7 ദിവസം വ്യാപക മഴയെന്ന് മുന്നറിയിപ്പ്. ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ സൂര്യാഘാതമേറ്റ് മരിച്ചു. മരിച്ചത് കോഴിക്കോട് വടകര സ്വദേശി കെ ബിനേഷ്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം രൂക്ഷം. 5 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ വീണ്ടും ഷോൺ ജോർജ്. എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് വി ഡി സതീശൻ. മൂന്നാറിലെ വ്യാജ പട്ടയ കേസുകൾ CBIക്ക് വിട്ടേക്കും. CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്ന് ഹൈക്കോടതി. പട്ടയം നൽകിയ രവീന്ദ്രനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ചോദ്യം. രവീന്ദ്രനെതിരെ ഒരു കേസുമില്ലെന്ന് സർക്കാർ. കയ്യേറ്റക്കാർക്ക് പോലീസ് വഴി നോട്ടീസ് നൽകാൻ നിർദ്ദേശം. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ പ്രസവം. സംഭവം തൃശൂർ പേരാമംഗലത്ത്. അമ്മയും കുഞ്ഞും അമല ആശുപത്രിയിൽ സുരക്ഷിതർ. കോടീശ്വരനോ കോടീശ്വരിയോ വിഷു ബമ്പർ 1-ാം സമ്മാനം ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിന്. ഭാഗ്യ ടിക്കറ്റിന്റെ നമ്പർ VC 490987. 1-ാം സമ്മാനം 12 കോടി രൂപ. കനത്ത മഴയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്നു ഇന്നും. പക്ഷേ ഇന്നലത്തെ പോലെ വലിയ മരണങ്ങളില്ല. മരണസംഖ്യ കൂടിയിട്ടുമില്ല. ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടിൽ ജനം വലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത.